തരൂരിന്റെ മോദി സ്തുതി, കോൺഗ്രസ് വിമർശനം, ഏറ്റവും ഒടുവിൽ അത് ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നതിലേക്ക് എത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് തുടരുന്ന സാഹചര്യത്തിൽ തരൂരിനെതിരെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന അഡ്വക്കേറ്റ് ജോജി ജോർജ് ജേക്കബ് രംഗത്തെത്തുകയാണ്. താനൊരു വിശ്വപൗരനാണെന്നും കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയ ഒരു വരദാനമാണ് താനെന്നും സ്വയം വിശ്വസിക്കുന്ന ആളാണ് ശശി തരൂർ എന്നാണ് ജോജി ജോർജ് ജേക്കബിന്റെ ഒരു പരിഹാസം, അല്ലേ? അതെ, മറ്റുള്ളവരെ ഇത് വിശ്വസിപ്പിക്കാൻ തരൂർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ വിമർശനമായി പറയുകയാണ്. വിവരങ്ങൾ നൽകുന്നത് സാരംഗുണ്ട്. സാരംഗിലേക്ക് പോകാം. സാരംഗ്, വലിയ പ്രതിഷേധമൊക്കെ തരൂരിന്റെ ഇത്തരത്തിലുള്ള നിരന്തരമായ പ്രസ്താവനകളെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പലരും പരസ്യമായി തന്നെ പ്രതികരിക്കുന്ന നിലയിലേക്ക് എത്തുകയാണല്ലേ? തീർച്ചയായും അഷിത, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് തരൂരിൻ്റെ മോദി സ്തുതി അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി വാഴ്ത്തുന്ന നടപടികൾ അല്ലെങ്കിൽ നിലപാടുകൾ തുടങ്ങിയ, അതുപോലെ തന്നെ കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുക തുടങ്ങിയ ഇത്തരത്തിലുള്ള കോൺഗ്രസ് നേതാവ് ശശി തരൂരിൻ്റെ നടപടികളിൽ ഇത്തരത്തിൽ വലിയ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ളൊരു പ്രതികരണം തന്നെയാണ്, അതായത് വളരെ രൂക്ഷമായ ഒരു ഭാഷയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ജോജി ജോർജാണ് ഇത്തരത്തിൽ ശശി തരൂരിനെതിരെ ഒരു വലിയ കുറിപ്പ് തന്നെ, പ്രതിഷേധ കുറിപ്പ് തന്നെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമായും വലിയ രൂക്ഷമായ ഭാഷയിലാണ് ഇത്തരത്തിൽ ഈ കുറിപ്പ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് സ്വയം ഒരു വിശ്വപൗരനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ശശി തരൂർ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മൂടി കൊണ്ടു നടക്കുന്ന ഒരാളാണ് അത്തരത്തിൽ. അതുപോലെ തന്നെ കുറിപ്പിൻ്റെ തുടക്കഭാഗം ഇങ്ങനെയാണ്: പൊതുവെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോട് നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് പൊതുവെ ഒരു മതിപ്പും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ ബഹുമാനവും ഉണ്ടാകും. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു മറയാക്കി കൊണ്ടു നടക്കുന്ന ആളാണ് ശശി തരൂരെന്നും ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ താനൊരു സ്വയം ഒരു വിശ്വപൗരനാണെന്നും കോൺഗ്രസിൻ്റെ എല്ലാം താനാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഈ ശശി തരൂരെന്നും ഇത്തരത്തിൽ കുറിപ്പിൽ ജോജി ജോർജ് ജേക്കബ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ, അതായത് താൻ കോൺഗ്രസിൻ്റെ എല്ലാമാണ് അല്ലെങ്കിൽ തികഞ്ഞ ഒരു ബുദ്ധിജീവിയാണ്, തൻ്റെ നിലപാടുകളിലൂടെയൊക്കെ പറയുന്നത് അതൊരു വസ്തുതയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ വിശ്വസിപ്പിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശശി തരൂരിൻ്റെ മറ്റൊരു സുപ്രധാനമായ കാര്യം, ശശി തരൂർ കോൺഗ്രസിനെ ഒരു തരത്തിലും വളർത്തിയിട്ടില്ല. കോൺഗ്രസ് ആണ് ശശി തരൂർ എന്ന നേതാവിനെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ, പ്രമുഖനെ വളർത്തിയെടുത്തതെന്നുള്ള ഒരു സുപ്രധാന കാര്യം കൂടി ഈ ഫേസ്ബുക്കിൽ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഐക്യരാഷ്ട്രസഭയിൽ വെറും അണ്ടർ സെക്രട്ടറി ആയിരുന്ന ശശി തരൂരിനെ, അതായത് 50ഓളം സ്ഥാനങ്ങൾ മാത്രം മറ്റു സ്ഥാനങ്ങൾ പങ്കുവച്ചിരുന്ന ഈ 50 പേരിൽ നിന്ന് നിലവിൽ ഇന്ന് ഈ രാഷ്ട്രീയക്കാരനാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ ശശി തരൂരിനെ മത്സരിപ്പിച്ച് വിദേശകാര്യ സഹമന്ത്രിയാക്കിയതും ഇത്തരത്തിൽ കോൺഗ്രസ് ആണ്. അങ്ങനെ കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ ശശി തരൂരിനെ വളർത്തിയെടുത്തത്. പട്ടിക തുടരുകയാണ് വർഷ. സാരംഗ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അങ്ങനെ വ്യക്തിപരമായി തരൂരിനെ കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു.